ഞാൻ പറയുന്നത് നിങ്ങൾ ഒന്നുകൂടെ നോട്ട് ചെയ്തോളൂ. കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട്, കോട്ടയം, അങ്കമാലി, തിരുവല്ല, പത്തനംതിട്ട, മാനന്തവാടി, എറണാകുളം, ഇത്രയും സ്ഥലം. ഇത് ഉറച്ച വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ, തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഭാരതീയ ജനതാ പാർട്ടി പറയുന്നു. ഇത്രയും സ്ഥലങ്ങളിൽ കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട്, കോട്ടയം, അങ്കമാലി, തിരുവല്ല, പത്തനംതിട്ട, മാനന്തവാടി, എറണാകുളം, ഇത്രയും സ്ഥലങ്ങളിൽ SDPI ഈ സമരങ്ങളിൽ നുഴഞ്ഞു കയറി. എന്തായിരുന്നു ലക്ഷ്യം? ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെ നിലപാട്, 600 കുടുംബങ്ങൾ ഇപ്പോഴും ആ മുനമ്പത്ത് നീതി കാത്ത് കഴിയുന്നുണ്ട്. അവരുടെ ഭൂമിക്ക് മേലുള്ള അവകാശം തിരിഞ്ഞു കിട്ടാൻ അവിടെ കഴിയുന്നുണ്ട്. ആ വഖഫ് റൂൾസിലൂടെ നേടിക്കൊടുക്കും എന്ന് BJP വാഗ്ദാനം കൊടുത്തിട്ടുണ്ട്. ഒരു സംശയം വേണം, ഞങ്ങളത് ചെയ്യും. പക്ഷേ അതിനെതിരായി സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന ആരാണ്? ഈ കോൺഗ്രസ് അല്ലേ, ഈ മുസ്ലിം ലീഗല്ലേ? അവരാണ് ക്രൈസ്തവ സ്നേഹം വിളമ്പുന്നത്. ഇതൊക്കെ മറച്ചു വെക്കുവാൻ, ഇതൊക്കെ കേരള സമൂഹത്തിന് മുമ്പിൽ കണ്ണടച്ചിരുത്താക്കുന്ന ഒരു സമീപനം കോൺഗ്രസ് തുടർന്നാൽ അതിനെ ജനങ്ങളോട് വിളിച്ചു പറയാനുള്ള ബാധ്യത ഭാരതീയ ജനതാ പാർട്ടിക്കുണ്ട്. കാരണം ഭാരതീയ ജനതാ പാർട്ടിക്ക് മാത്രമാണ് കേരള സംസ്ഥാനത്ത് മതേതര മുഖമുള്ളത്. അത് ഞങ്ങളുടെ പാർട്ടി കമ്മിറ്റി എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളുടെ പാർട്ടിയുടെ ഭാരവാഹികൾ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഞങ്ങളുടെ പാർട്ടിയുടെ നിലപാടുകൾ എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. ബഹുമാനപ്പെട്ട സുരേഷ് സൂചിപ്പിച്ചു, ഇവിടെ ഹെൽപ്പ് ഡെസ്കിൽ കയറി വരുന്ന കേരളത്തിൻ്റെ 30 ജില്ലകളിലും പാർട്ടി സ്ഥാപിച്ചിട്ടുള്ള ഹെൽപ്പ് ഡെസ്കിലേക്ക് കയറി വരുന്നവരുടെ മതം ഞങ്ങൾ അന്വേഷിക്കാറില്ല. നിങ്ങൾ ആ ലിസ്റ്റ് എടുത്ത് നോക്കണം. ഞങ്ങൾ ഇവിടുന്ന് ഓരോ കാര്യങ്ങളും ചെയ്തിട്ടുള്ള ആളുകളെ. പക്ഷേ മതം നോക്കിയും മതത്തിൻ്റെ വോട്ട് നോക്കിയും മാത്രം രാഷ്ട്രീയം കളിക്കുന്ന ഇടത് വലത് മുന്നണികൾക്കെതിരെ BJP കൈയും കെട്ടി നോക്കിയിരിക്കുമെന്ന് വിചാരിക്കരുത്. കാരണം ഇത് അപകടമാണ്. ഇവരുടെ ലക്ഷ്യം അപകടമാണ്. ആ ലക്ഷ്യം അവർക്ക് ലോകമെമ്പാടും അവർ നടപ്പിലാക്കി അത് കേരളത്തിലേക്ക് നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ ഈ രാജ്യവിരുദ്ധ ഇവിടുത്തെ മുഴുവൻ ഇസ്ലാം സഹോദരങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്ന ഒരു സംശയം വേണ്ട. പക്ഷേ അവർ രാജ്യത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ഇസ്ലാം സഹോദരങ്ങളെയും ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും കൂടെ നിർത്താനും ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സംശയം വേണ്ട. പക്ഷേ അതിനപ്പുറത്തേക്ക് ഈ രാജ്യവിരുദ്ധ ശക്തികളെ കൂട്ടുപിടിക്കുന്ന ഇത്തരം സംഘടനകൾക്കെതിരെ BJP ശക്തമായ നിലപാട് സ്വീകരിക്കുക തന്നെ ചെയ്യും. നന്ദി, നമസ്കാരം. അല്ല, നിങ്ങൾ അന്വേഷിച്ചോളൂ. ഞാൻ പറയട്ടെ, നിങ്ങൾ പോലീസ് സംവിധാനമുണ്ട്, സ്പെഷ്യൽ ബ്രാഞ്ച് സംവിധാനമുണ്ട്, ഇന്റലിജൻസ് ബ്യൂറോ ഉണ്ട്. നിങ്ങൾ അന്വേഷിച്ചോളൂ. ഈ പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഈ പറയുന്ന സംഘടനകളുടെ സാന്നിധ്യമുണ്ടായിരുന്നു കൃത്യമായി. അത് ഞാൻ ഇന്ന് പിതാക്കന്മാരോട് പലരോടും ചോദിച്ചു, അവരാരും അറിഞ്ഞിട്ടില്ല. കേരളത്തിലെ ഏറ്റവും വലിയ പുരോഹിതൻ്റെ അടുത്ത് ഞാൻ ഇന്ന് രാവിലെ ചോദിച്ചു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി, അറിഞ്ഞിട്ടുണ്ടോ? അദ്ദേഹം അറിഞ്ഞിട്ടില്ല. അപ്പോൾ അത് നുഴഞ്ഞേറ്റല്ലേ. അന്വേഷണ സംവിധാനം അത് ഞാൻ പറയട്ടെ, എനിക്ക് കിട്ടുന്ന വിവരങ്ങൾ ഞാൻ പറയാം, നിങ്ങൾ അന്വേഷിച്ചോളൂ. എനിക്ക് കിട്ടുന്ന സംവിധാനം അല്ലെങ്കിൽ പാർട്ടിക്ക് കിട്ടിയ വിവരങ്ങൾ എന്ന് പറയുന്നത് ഗ്രൗണ്ട് ലെവലിൽ നിന്നും നമുക്ക് വളരെ നേരത്തെ തന്നെ ഈ വിവരങ്ങൾ കിട്ടിയിരുന്നു. പക്ഷേ അത് നമ്മൾ ക്ലാരിഫൈ ചെയ്തു. ഇത് വ്യക്തമാണ്. യെസ്. അല്ല, ക്രൈസ്തവ സഭയോട് നമ്മൾ ഈ കാര്യങ്ങൾ അറിയിക്കണം. കാരണം ഇത് ചെറിയൊരു കാര്യമല്ല. ഇത് കേരളത്തിൻ്റെ പൊതുസമൂഹം ഇത് ചർച്ചയാക്കണം. പൊതുസമൂഹം അറിയണം ഇതെന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നതെന്നും ഈ ആട്ടുംതോലിട്ട ചെന്നായ്ക്കൾ എന്തിനാണ് ഇത്തരം സമരങ്ങളിൽ വന്ന് കഴിഞ്ഞ കാലങ്ങളിൽ അവിടെ രാഷ്ട്രീയ നിലപാടും ഈ ഛത്തീസ്ഗഡിൽ 2 സിസ്റ്റർമാർ അറസ്റ്റിലായപ്പോൾ ഇവർ കാണിക്കുന്ന പെട്ടെന്നുള്ള സ്നേഹം എന്തിനാണ് എന്ന് പൊതുസമൂഹം ചർച്ച ചെയ്യണ്ടേ? ഇതോ കേരളത്തിലെ ഓരോ സഭാ നേതൃത്വത്തെയും സഭാപിതാക്കന്മാരെയും അതുപോലെ സഭാപിതാക്കന്മാർ മാത്രമല്ല അൽമായ സംഘടനകളുണ്ട്, അവരെയും ഈ അപകടത്തെക്കുറിച്ച് ഭാരതീയ ജനതാ പാർട്ടി ബോധ്യപ്പെടുത്തും. തിരിച്ചെടുക്കില്ല. ഇത് സഭ അറിഞ്ഞ് അല്ല എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. കാരണം ഞാൻ ഈ വിവരം അറിഞ്ഞപ്പം മുതൽ ഞാൻ ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഇപ്പോൾ ഏതെങ്കിലും പരിപാടിയിൽ പോയി ആശംസ അറിയിച്ചു പോയത് ആരാന്ന് പോലും അവരറിഞ്ഞിട്ടില്ല. പക്ഷേ ഇതിനകത്തെല്ലാം സാന്നിധ്യമുണ്ടായിരുന്നു. അപ്പോൾ ഇത് എൻ്റെ ആരോപണമല്ല. നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഇൻ്റലിജൻസ്, സ്പെഷ്യൽ ബ്രാഞ്ച് ഇവരൊക്കെ നിങ്ങൾ അന്വേഷിച്ചോളൂ. ഞാൻ പറഞ്ഞ ആരോപണം തെറ്റാണ് എങ്കിൽ എന്തു ശിക്ഷയും അനുഭവിക്കാൻ ഞാൻ തയ്യാറാണ്.